ഹലോ, നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്. ഇവിടുത്തെ ചേട്ടൻ അയില മീൻ മേടിച്ചുകൊണ്ടുവന്ന് അതിപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണ്. നമ്മളിതാ മീൻ വെട്ടി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും 5-6 ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കാം. അത് തിളവന്ന ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ നന്നായി തിളവന്ന ശേഷം നമ്മൾ തേങ്ങയും മഞ്ഞളും അരച്ചു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ നന്നായി വെന്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഹലോ, നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്. ഇവിടുത്തെ ചേട്ടൻ അയില മീൻ മേടിച്ചുകൊണ്ടുവന്ന് അതിപ്പോൾ നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണ്. നമ്മളിതാ മീൻ വെട്ടി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും 5-6 ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കാം. അത് തിളവന്ന ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ നന്നായി തിളവന്ന ശേഷം നമ്മൾ തേങ്ങയും മഞ്ഞളും അരച്ചു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ നന്നായി വെന്തിട്ടുണ്ട്. അല്പം കറിവേപ്പിലയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.